സാറിന്റെ മകളും ഇന്ന് പരീക്ഷ എഴുതാൻ പോവുകയാണല്ലോ. പരീക്ഷ എഴുതാൻ പോകുന്ന മകൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാമോ? എനിക്ക് ഓൾ ദി ബെസ്റ്റ് അല്ല വേണ്ടത്, അച്ഛന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടത്. അത് ഈ സമയത്ത് തന്നെ വേണോ? ഈ സമയത്തല്ലാതെ പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടാണോ അനുഗ്രഹം വാങ്ങിക്കുന്നത്? എനിക്കറിയാം എന്ത് വേണമെന്ന്. എറിയരുത്. മാഡം, വേണ്ടാത്ത പണിയായി പോയി. മാഡം, സർ, മാഡത്തിന് പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമായി. ഞാൻ കൊണ്ടാക്കിട്ട് വരാം സർ. മാഡം, നിങ്ങൾ എന്താ ചോദിച്ചത്? ഓൾ ദി ബെസ്റ്റ് അല്ലേ? ഇന്ന് പരീക്ഷ എഴുതുന്ന സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുക. അവർക്കെല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാ പിന്നെ ഇന്നത്തേക്ക് മതിയാക്കാം. കുറച്ച് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പിന്നെ കാണാം. നീ എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? കല്യാണ പ്രായമായ കുട്ടിയാ ഋതിക. അവളെ ഒറ്റയ്ക്കാ രാജുവിന്റെ കൂടെ പറഞ്ഞയക്കുന്നത് ശരിയാണോ? എനിക്ക് രാജുവിനെ നന്നായിട്ടറിയാം. അവൻ ഒരിക്കലും ചതിക്കില്ല. എന്നെ എന്നല്ല, ഒരാളെയും ചതിക്കില്ല. ഇപ്പൊ തന്നെ ആ പേനയുടെ ടോപ്പ് അത് അവനാ എടുത്തത്. അത് എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാം. ആർക്ക് വേണ്ടി ചെയ്തു എന്നും എനിക്കറിയാം. അവനോളം വിശ്വസ്തനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി. അവനൊപ്പം ഋതികയെ എവിടെ അയക്കാനും എനിക്ക് ഒരു പേടിയില്ല. അവൻ അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. താൻ ഒറ്റൊരുത്തം കാരണം ഇന്നത്തെ എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞത്. അച്ഛൻ അടിച്ചാലും അനുഗ്രഹം വാങ്ങിന്നുള്ള സമാധാനമെങ്കിലും കിട്ടുമായിരുന്നു. അത് താൻ നശിപ്പിച്ചു. പരീക്ഷയല്ലേ, അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ഓ, അത് ശരി. അപ്പൊ സ്വയം ന്യായീകരിക്കല്ലേ? ഇതിന് ഞാൻ ഇപ്പൊ മറുപടി ഒന്നും പറയുന്നില്ല. മിണ്ടാതിരുന്ന വണ്ടി ഓടിക്ക, എനിക്ക് പഠിക്കണം. ഫിസിക്സിന്റെ എക്സാമാ ഇന്ന്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. മാഡം, ഇതെന്താ കെമിസ്ട്രി പുസ്തകം? തന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരുന്ന വണ്ടി ഓടിക്കാൻ? സംസാരിച്ചിരുന്ന് എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഇടിച്ചാലേ എന്റെ പരീക്ഷയെ മുടങ്ങുന്നത്. അല്ല മാഡം, മിണ്ടാതിരിക്കാൻ. മാഡം, 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 അതായത് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, താൻ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഇനി മിണ്ടിയ അറിയല്ലോ, ഇത് ഞാൻ പഠിക്കുന്ന കോളേജാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാ മതി, പിള്ളേരങ്ങ് ഇളകി മറിഞ്ഞു വരും. എന്തിനാ അവരെ മെനക്കെടുത്തുന്ന? പോന്നോക്ക്. അല്ല മാഡം, മാഡം, എന്താ? പരീക്ഷയാണ്, നന്നായിട്ട് ആലോചിച്ച് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് കാണുമ്പോ കൺഫ്യൂഷൻ വരും. അതാണോ ശരി, ഇതാണോ ശരി? അപ്പോ സമാധാനത്തോടെ ആലോചിക്കണം, അപ്പോ ഉത്തരം കിട്ടും. ഇതൊക്കെ പഠിപ്പിച്ചു തരാനേ താനാരാ? കെമിസ്ട്രി പ്രൊഫസറോ? മിണ്ടരുത്, എനിക്കറിയാം എന്ത് വേണമെന്ന്. പോന്നോക്ക്. മാഡം, മാഡം, ഒന്ന് നിന്നേ, ഒരു മിനിറ്റ്.
ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ആ, ആ, അതായത് പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ദേ ഇങ്ങനെ. എന്നിട്ട് പഠിച്ചതൊക്കെ സമയം എടുത്ത് ആലോചിക്കണം. പേടിയേ പാടില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാവോ? പഠിച്ചത് ഞാൻ, പരീക്ഷ എഴുതുന്നത് ഞാൻ. താൻ തന്റെ ജോലി നോക്ക്. ചെല്ല്, പോ. മാഡം, ഓൾ ദി ബെസ്റ്റ്. ശ്രീ. ആ ഹായ്. ഹായ്. ഞാൻ റോൾ നമ്പർ നോക്കുമായിരുന്നു. അടുത്തടുത്ത സീറ്റില് നമ്മൾ രണ്ടുപേരും. അതെന്തായാലും നന്നായി. നല്ല പണിയാ നീ കാണിച്ചത്. രാവിലെ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞിട്ട് നീ മുങ്ങിയല്ലേ? പകരം ആളെ ഏർപ്പാടാക്കിയിരുന്നല്ലോ എന്റെ ഏട്ടന്. ഏട്ടൻ? നിന്റെ ഏട്ടന്റെ പേടിയും വെപ്രാളവും ഒന്ന് കാണായിരുന്നു. അമ്പലത്തിൽ പോക്ക് മുടങ്ങുമെന്നാ ഞാൻ വിചാരിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അത് നിന്റെ ഏട്ടനില്ല. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. അതെ അതെ, ആ ഭാഗ്യം പരീക്ഷയെ കൂടി തുണച്ചാ ഞാൻ രക്ഷപ്പെടും. അതൊക്കെ നടക്കും ഋതു. ഇത്തവണ എല്ലാം ഭംഗിയാവും. നിന്റെ നമ്മ പൊന്നായിരിക്കട്ടെ. ആ എന്നാ ശരി, നമുക്ക് പരീക്ഷാ ഹാളിൽ കാണാം. കുറച്ച് തിരക്കുണ്ട്. ശരി. ദൈവമേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണേ. ഇത്തവണ പരീക്ഷ തോറ്റ കെട്ടിച്ചൂടുമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്ന. അത് നടക്കാതിരിക്കണമെങ്കിൽ എനിക്ക് എക്സാം എങ്ങനെയെങ്കിലും ജയിക്കണം. ടീച്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ മാറി. ക്വസ്റ്റ്യൻ പേപ്പർ മാറിയെന്നോ? അതെ, ഇത് കെമിസ്ട്രി എക്സാം അല്ലേ? ഇത് ഫിസിക്സിന്റെ പേപ്പറാ. താൻ ഈ ലോകത്തൊന്നും അല്ലേ? അതോ ടൈം ടേബിൾ ഒന്നും വായിക്കാതെയാണോ എക്സാം എഴുതാൻ വന്നത്? എടോ, ഇന്ന് ഫിസിക്സിന്റെ എക്സാമാ, അല്ലാതെ കെമിസ്ട്രിയുടെ ഒന്നും അല്ല. പരീക്ഷയ്ക്ക് തോറ്റാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും ഞാൻ. പിന്നെ ഇവളായി ഇവളുടെ പാടായി. പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ദേ ഇങ്ങനെ. ഹലോ, അംബികയാ. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് മാഡം. എന്താ മാഡം? പരീക്ഷ കഴിയുമ്പോ പെട്ടെന്ന് അവളെ വീട്ടിലെത്തിക്കണം. വൈകരുത്. ആ ശരി മാഡം. അതെ, അവൾ അവിടെ ഇവിടെയൊക്കെ പോണെന്ന് പറഞ്ഞെന്നിരിക്കും. നീ അതിന് സമ്മതിക്കരുത്. ഉം. ഇന്ന് ഇവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. പെണ്ണുങ്ങളെ ചടങ്ങോ? അതെ, പെണ്ണ് കാണൽ ചടങ്ങ്. ഇതിനു മുൻപ് നീ ഇത് കേട്ടിട്ടില്ലേ? സോറി മാം. പെണ്ണ് കാണൽ ചടങ്ങ് മാഡത്തിന്റെ ആണോ? അപ്പോ കല്യാണം കഴിപ്പിച്ച് വിടാനാണോ തീരുമാനം? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. എക്സാം കഴിയുമ്പോ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ മാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എന്നെ വിളിക്കാൻ അച്ഛൻ വരും. ശരി. നീ വിഷമിക്കണ്ട. ഇനിയും എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടും. ട്രൈ അഗൈൻ. മാഡം, എങ്ങനെയുണ്ടായിരുന്നു എന്ത് പരീക്ഷ? എല്ലാം അറിയിട്ടും
എങ്ങനെ തനിക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു? സത്യം പറ, ഇന്ന് ഫിസിക്സ് എക്സാം ആയിരുന്നെന്ന് തനിക്ക് അറിയായിരുന്നില്ലേ? അറിയായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? മാഡം, ഞാൻ പറയാൻ വന്നതാ. മാഡം അല്ലേ ഒന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് എന്നെ തടഞ്ഞത്. താൻ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ പറയേണ്ട സാധനം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാൻ തനിക്കറിയില്ലല്ലോ. ട്യൂബ്ലൈറ്റാ, ഒരു ട്യൂബ്ലൈറ്റ്. മാഡം ഒന്ന് പതുക്കെ, ഇത് കോളേജാ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിച്ചാലും എനിക്കൊന്നുമില്ല. വിളിച്ചു കൂവണോ? ഞാൻ കൂവും. താനേ മണ്ടന, ഒരു മണ്ടൻ. ട്യൂബ്ലൈറ്റ്. മാഡം, മാഡമാ ഒന്ന് വണ്ടി കയറി. എന്തിനാ ഡോർ തുറക്കുന്നത്? ഞാനില്ല എങ്ങോട്ടും. വിളിച്ചോണ്ട് വരാൻ പ്രത്യേകം പറഞ്ഞിരിക്കുക അംബിക മാഡം. തന്റെ കൂടെ ഞാൻ വരുന്നില്ല. ഇത്രയും ഫൂളായ ഒരാളുടെ കൂടെ സഞ്ചരിക്കാനേ ഇനി ഞാനില്ല. മാഡം, വേറൊന്നും കൊണ്ടല്ല, അവിടെ പെണ്ണ് കാണൽ നിശ്ചയിച്ചിരിക്കുക. ആ, മാഡത്തെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട മിക്കവാറും ഈ കല്യാണം നടക്കാനാണ് സാധ്യത. വേഗം കയറി മാഡം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ വിശേഷം? മണ്ഡലം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്നല്ലേ? അതിനു മുമ്പ് മിനിസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഓഹോ, പറഞ്ഞതുപോലെ അത് ഇന്നാണല്ലോ. ഞാനത് മറന്നു. സത്യം പറയാമല്ലോ, ആ മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാനാ, പെട്ടെന്നൊരു ആവശ്യം. ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവുക. അതിൽ നിർബന്ധമായി ഞാൻ വേണം. അതുകൊണ്ട് കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ വേറൊരു ദിവസത്തേക്കാക്കാം. ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഈ വീട്ടിൽ ഒരു അംഗമായിട്ട് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾ അടുത്ത ദിവസം വരാം. ശരി. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? എന്ത് വഴി? എനിക്ക് ഈ കല്യാണം ഇപ്പൊ വേണ്ട. അതിന്ന് എങ്ങനെയെങ്കിലും ഒഴിയണം. എന്താ ഒരു മാർഗം? അച്ഛനെടുത്ത തീരുമാനമല്ലേ മാഡം, അത് ധിക്കരിക്കാൻ പറ്റുമോ? അതൊക്കെ ശരിയാ. എന്നുവെച്ച് എന്നോട് അഭിപ്രായം ചോദിക്കണ്ടേ? ഞാനല്ലേ കല്യാണം കഴിക്കേണ്ടത്? ഞാനല്ലേ വേറൊരാളോടൊപ്പം ജീവിക്കേണ്ടത്? അച്ഛനെന്താ അത് മനസ്സിലാക്കാത്തത്? എന്റെ മനസ്സിലുള്ളത് മുഴുവൻ അച്ഛനോട് തുറന്നു പറഞ്ഞാലോ? എന്നുവെച്ചാ? എനിക്കിപ്പൊ കല്യാണം വേണ്ടത് ഞാൻ അച്ഛനോട് പറയും. സമയാവുമ്പോ ഞാൻ തന്നെ അച്ഛനെ അറിയിക്കാന്ന് പറയും. എങ്ങനെയുണ്ട്? അച്ഛനത് സമ്മതിക്കോ? സമ്മതിക്കൊന്നൊന്നും എനിക്കറിയില്ല. സമ്മതിക്കാൻ തീരെ സാധ്യതയുമില്ല. ഇതൊക്കെ അറിയാമെങ്കിൽ ആ വഴിക്ക് എന്തിനാ ചിന്തിക്കുന്നത്? എനിക്ക് ഈ കല്യാണം കുരുക്കി നിന്ന് ഊരണ്ടേ? എന്തായാലും ഞാൻ പറയാൻ പോവാ. രണ്ടും കൽപ്പിച്ചു തന്നെ. വരുന്നത് പോലെ വരട്ടെ. അച്ഛനെ ഒറ്റയ്ക്കൊന്ന് കിട്ടട്ടെ, ഞാൻ പറയും. അല്ല മാഡം, അതെ വേണ്ടട്ടോ, കുഴപ്പാവും. ഏട്ടാ,
അല്ല, പെട്ടെന്നെന്താ ഇങ്ങനെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ? എന്നായാലും വേണ്ടതല്ലേ ശേഖര. അത് കുറച്ച് നേരത്തെ ആവുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നി. നിനക്കറിയാമല്ലോ ഈ വീടിന്റെ അവസ്ഥ. മന്ത്രിയാണ്, കാശുണ്ട്, അത് മാത്രം പോരല്ലോ. തറവാടിത്തം വേണ്ടേ? അതുണ്ടോ ഈ കോവിലത്തിന്? പഴയ കഥകള് കുറെയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ ശേഖര? അതറിയാവുന്ന നല്ല കുടുംബത്തിലെ ആരും ഇവിടുന്ന് ഒരു ബന്ധം ആലോചിക്കില്ല എന്ന് ഉറപ്പല്ലേ? പണ്ടങ്ങനെയൊക്കെ നടന്നു എന്ന് കരുതി അതൊക്കെ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ശേഖര, പഴം കഥകളുടെ കെട്ടുകൾ തുറന്നു വായിക്കാൻ വല്ലാത്തൊരു വാശിയുണ്ട് സകലർക്കും. ഒരാള് നശിച്ചു കാണാനല്ലേ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇരകളാവാൻ പാടില്ലല്ലോ നമ്മൾ. ഓ, എല്ലാം കൊണ്ട് യോജിച്ച ആലോചന വന്നു. നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. വീട്ടുകാർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കണം. അത് ഉടനെ നടക്കണം. ഇവളിതെവിടെ പോവാ? അവിടെ നിക്കടി, ഞാൻ ചോദിക്കട്ടെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവോ? പാസ്സാവാനല്ലേ എഴുതുന്നത്. തർക്കുത്തരം. ഇതുകൊണ്ടാ ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാത്തത്. പറയുമ്പോ മൂത്ത അമ്മായിയാ. എന്താ കാര്യം? നേരെ നോക്കിയ കീരിയും പാമ്പുവാ. അതെ, നീ വേഗം പോയി റെഡിയായിട്ട് വാ. അപ്പോ ചേച്ചി ഒന്ന് ഒരുങ്ങാൻ സഹായിക്കേ. ചെല്ലേ. വാ ചേച്ചി. അതെ, നല്ലോണം ഒരുക്കണം. എന്തിനാ അച്ഛാ ഇത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിച്ചയക്കുന്നത്? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. കുറച്ചു കാലം കൂടി ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോട്ടെ. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല അച്ഛ. മാഡം, മാഡം തന്നെ കരയുന്നത്? എന്തിനാ മാഡം സങ്കടപ്പെടുന്നത്? എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ പോവല്ലേ രാജു? അത് കേൾക്കുമ്പോ ഏത് പെൺകുട്ടിക്കാ സങ്കടം വരാത്തത്? ആരും കാണാതെ ഇത്ര നേരം സങ്കടം ഉള്ളിലൊതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ മുറിയിൽ വന്നപ്പോ അറിയാതെ പൊട്ടിപ്പോയി. രാജുനറിയോ കല്യാണം കഴിഞ്ഞ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്? ഞാൻ എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് പോയേണ്ടി വരും. ഞങ്ങള് വീണ്ടും അകലും. ഇത്രയും കാലം അച്ഛനെ അടുത്തെങ്കിലും കാണായിരുന്നു. കല്യാണം കഴിഞ്ഞ അതും പറ്റില്ലല്ലോ. അച്ഛനെന്ന് വെച്ച എനിക്ക് ജീവനാ രാജു. ഇത് ശരി, നീ ഇതിനകത്തുണ്ടായിരുന്നോ? ഡ്രൈവറുടെ പണി പുറത്തല്ലേ? ഇവളുടെ റൂമിൽ കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അതും ഞാൻ മനഃപൂർവ്വമല്ല. മാഡം കരയുന്ന കണ്ടപ്പോ. കരയുന്നോ? എന്തിന്?
അല്ല അത് പിന്നെ വേണ്ട വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും വേണ്ട. പ്രതാപൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഓ അതെ, ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് നിർത്തണം. അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതേ നീയായിരിക്കും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇത് തരാൻ വേണ്ടി വന്നതാ. ഇത് മുഴുവനും ഇട്ടിട്ട് വേണം വരാൻ. വേഗം റെഡിയാവാൻ നോക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ആ, എല്ലാം ഞാൻ രാജുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇവനെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ സാർ. ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സാർ. ഇവര് വിളിക്കും, എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. ശരി സാർ. എന്നാ ഞങ്ങള് ശരി സാർ. ആയിക്കോട്ടെ. ശരി സാർ. ഇന്നത്തെ ദിവസം ഈ ഫോൺ നിന്റെ കയ്യിലിരിക്കട്ടെ. ആര് വിളിച്ചാലും ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞാൽ മതി. അത്യാവശ്യക്കാരാണെങ്കിൽ രാത്രി വിളിക്കാൻ പറ. ഒരു കല്യാണം വരാൻ പോവാ ഈ വീട്ടില്. കല്യാണം എന്ന് പറയുമ്പോ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഇതിപ്പോ പെണ്ണ് കാണാൻ വരുന്നതേ ഉള്ളൂ, കടമ്പകൾ ഒരുപാടുണ്ടോ. അല്ല, നിനക്കൊരു കൂട്ട് വേണ്ടേ? പേടിക്കണ്ട, അത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. ഞാൻ നടത്തി തരും. എന്താടാ മുഖത്തൊരു നാണം? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നീ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, നമുക്കത് നടത്താം. ഇല്ല, വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യ. ആർക്കറിയാം എവിടെ പോയതാണെന്ന്. താഴ്ചത് നോക്കണമെന്നുണ്ട്, പക്ഷേ അത് ശരിയല്ലല്ലോ. പിന്നെ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അതെ രാജു, മൈ സ്വീറ്റ് ഹാർട്ട്. ആ മോളെ, ആ വേണു ഇതുവരെ വാടക തന്നില്ലല്ലോ. അയ്യോ, സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ലോ. എന്ത് പറ്റിക്കാണോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അപ്പൊ പ്രശ്നാച്ചാ, അമ്മ ഇപ്പൊ കുഴപ്പമുണ്ടാക്കും. അത് ഉറപ്പല്ലേ? അയ്യോ വേണ്ടച്ചാ, ചോദിക്കണ്ടച്ചാ. എന്തെങ്കിലും തടസ്സം വന്നു കാണും. മനുഷ്യരല്ലേ, നമ്മളവരോട് കുറച്ചുകൂടെ മാന്യതയോടെ പെരുമാറണം. എനിക്കത് പറ്റും മോളെ, പക്ഷെ നിന്റെ അമ്മ അങ്ങനെ ചെയ്യൂ? നിനക്കറിയാമല്ലോ, കഷ്ടപ്പെട്ട ഈ കാണുന്ന നിലയിലൊക്കെ നമ്മൾ എത്തിയത്. എന്റെ പൊന്നു തമ്പുരാനെ, ഇനി ഒരു കഷ്ടകാലം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എവിടെ വേണുവിന്റെ വാടക എവിടെയെന്ന്? അവര് തന്നില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. ആ അമ്മേ തരൂ അമ്മേ. ആര്? നീയോ? ഇത് സത്രമൊന്നുമല്ല ഓശാരത്തിന് താമസിക്കാൻ. അമ്മയൊന്ന് പതുക്കെ, അവര് കേക്കും. കേക്കട്ടടി, കൃത്യമായിട്ട് എനിക്ക് വാടക കിട്ടിയിരിക്കണം. ഈ ടൗണിൽ 10-12 വീടുണ്ടാക്കിയതേ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടോണ്ട് മാത്രമൊന്നുമല്ല, ഈ വാടക തുകയെല്ലാം കൂട്ടി വെച്ചോണ്ട് കൂടിയാ. അപ്പൊ ഈ കഷ്ടപ്പെട്ട എനിക്ക് യാതൊരു വിധമായ വിലയുമില്ലല്ലോ. ഒന്ന് മിണ്ടായിരിക്കും മനുഷ്യ. നിർത്തി നിർത്തി. വാടക തരാത്തവരെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വാടക പിരിക്കാൻ പോവാ. തരാത്തവരിന്ന് എന്റെ വായിരിക്കുന്നത് കേൾക്കും. നീ ഇതെങ്ങോട്ട് പോവുക? അവനെ ഞാൻ വിളിച്ചതാ. എന്ത് കാര്യം? ഇനി മുതൽ കുറച്ച് കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കണം. നിങ്ങളെ പോലെ ആയാ പറ്റില്ല. അല്ല, എനിക്കെന്താ കുഴപ്പം? കുറച്ച് ഉത്തരവാദിത്തം വരട്ടെ. വാടാ. അമ്മേ ഞാനും വരട്ടെ. അല്ല, എനിക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. വാ വാ. അല്ല, അപ്പൊ ഞാനായിട്ട് മാത്രം അവിടെ നിൽക്കുന്നത്? എനിക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ. രുക്കു, ഞാനും വരുന്നത്. എവിടെ ചേട്ടാ ചെറുക്കൻ? സെൻട്രൽ മിനിസ്റ്ററുടെ അനിയന്റെ മോനാ. തറവാടികളാ. ഓ, എല്ലാം കൊണ്ടും നമുക്ക് ചേരുന്ന ബന്ധം. ആ ചേച്ചി, അവളെന്താ ഒരുങ്ങി കഴിഞ്ഞില്ല ഇതുവരെ? ഋതികയെ പോലെ അല്ല സാനിയ. അവളൊരിക്കലും സ്വന്തം അമ്മാവൻ ആരുടെ മുന്നിലും നാണം കെടാൻ അനുവദിക്കില്ല. അവൾ എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. നന്നായി. അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ, പങ്ക്ച്വല. എന്നെ നാണം കെടുത്തുന്ന മുഴുവൻ എന്റെ സ്വന്തം മോളാ, അല്ലാതെ സാനിയല്ല.
ഇവിടെ ഇങ്ങനൊരു കല്യാണാലോചന വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലല്ലോ. നീ തീരുമാനിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ചെറുക്കനെ സാനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ ചേച്ചി? നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും അവളുടെയും തീരുമാനം. ചേച്ചി അല്ല, ആരെ പെണ്ണ് കാണാനാ ഈ നാള് വരുന്നത്? മാഡത്തിനെയാണോ അതോ സാനിയാണോ? സാനിയെ. അല്ലാതെ മാഡത്തിനല്ല. ഋതുവിനെയാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ മാഡത്തെയാണോ ചോദിക്കുന്നേ? കല്യാണം സാനിയേക്കാ. അവൾക്കാ ഇപ്പൊ അതിനുള്ള യോഗം. യോഗം ഇല്ലെങ്കിലും ഇല്ലാത്ത യോഗം ഉണ്ടാക്കിയെടുക്കാൻ അമ്പയെ ചേച്ചിക്ക് അറിയാം. ചേച്ചി ആരാ മോള്. ശരി ചേച്ചി. മാഡം എവിടെ? എന്തിനാണാവോ? എനിക്കൊന്ന് കാണണം. ചേച്ചി ഇവിടെ ഇല്ല. എവിടെ പോയി? ചേച്ചി കല്യാണം മുടക്കാൻ വേണ്ടി പോയിരിക്കുക. കല്യാണം മുടക്കാനോ? ദേ കണ്ടില്ലേ സാരി? ഇത് കയറാക്കി ഇതിൽ പിടിച്ചാ താഴെ ഇറങ്ങി പോയത്. കല്യാണമൊന്നും മുടങ്ങില്ല. മുടങ്ങാൻ ഞാൻ സമ്മതിക്കൂല. അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? മുടക്കാൻ നോക്കുന്നതേ ഋതികയാ. ഒരു ഭാഗത്ത് വല്യച്ഛൻ കല്യാണം നടത്താൻ നോക്കുന്നു, മറുഭാഗത്ത് വല്യച്ഛന്റെ മോള് കല്യാണം മുടക്കാൻ നോക്കുന്നു. മാഡത്തെ കാണണം. കല്യാണം മുടക്കുന്നതിന് തടയണം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് മാഡം ചെന്ന് ചാടാൻ പോകുന്നത് വലിയൊരു പ്രശ്നത്തിലായിരിക്കും.